إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിത്യമായ ജാഗ്രത, എപ്പോഴുമുള്ള ശ്രദ്ധ എന്നും എപ്പോഴും എവിടെയും ഏതു സമയത്തും സദാ വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ ജന്മം കൊണ്ട് മുസ്ലിങ്ങളായവരാണ്. പലപ്പോഴും ഈ മെമ്പറിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുള്ളൊരു വാക്കാണത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞ മഹത്തായ ഒരു വാക്യം, ആ വാക്യത്തിൻ്റെ അർത്ഥതലങ്ങൾ അതിഗൗരവത്തോടെ ഏറ്റെടുക്കാതെ അത് നിത്യജീവിതത്തിൽ സാധാരണഗതിയിലുള്ള ആരാധനകൾക്ക് കാണിക്കുന്ന പോലെ ഒരു ഗൗരവമില്ലായ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞ കലിമത്തിനോടും നമ്മൾ കാണിക്കുന്നുണ്ട്. അതേതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞില്ലേ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണമെന്ന് പറഞ്ഞു. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, താങ്കൾ എന്നിട്ട് അല്ലാഹുവിനോട് പാപമോചനം തേടണം, സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം. അതിന് മുമ്പെന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണമെന്നാണ്. അതിനുവേണ്ടിയാണ് സകല പ്രവാചകന്മാരും വന്നത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സകല പ്രവാചകന്മാരെയും നാം നിയോഗിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്ന സംഗതിയാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. എല്ലാ ഉമ്മത്തിലും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്ത് പഠിപ്പിക്കാനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, താഗൂത്തുകളെ വർജിക്കാൻ വേണ്ടിയിട്ടാണ്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വല്ലദീന ഇജ്തനിബു ത്വാഗൂത യഅ്ബുദൂഹ, അല്ലാഹുവിന്റെ പുറമെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെയും വർജിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. അതിനുവേണ്ടിയാണ് സകല പ്രവാചകന്മാരും വന്നത്. അതിനുവേണ്ടിയാണ് നാം വിശുദ്ധ ഖുർആൻ പോലും ഇറക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതേ ബലാഗുൽ ലിന്നാസ്, ഈ വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്കുള്ള താക്കീതാണ്, ജനങ്ങൾക്കുള്ള ഉത്ബോധനമാണ്. വലിയൻസുറൂ ബി, അതുകൊണ്ട് അവരെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വയഅലമു അന്നമാ ഇലാഹു വാഹിദ്, ഏകനായ ഇലാഹിനെ അവർ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വലിയസ്സക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരല്ലാതെ അത് ചിന്തിക്കുന്നില്ല എന്നാണ്. അതാണ് അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ഞാനും എൻ്റെ മുമ്പിൽ കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പഠിപ്പിച്ച പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും പ്രഥമ പരിഗണനീയമായ വാക്ക്,
ഏറ്റവും മഹത്വമുള്ള വാക്ക് അതേതാണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അവൻ ഏകനാണ്, അവനൊരു പങ്കുകാരനുമില്ല എന്നുള്ളതാണ്. അതാണ് അടിസ്ഥാന ശില, അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽഅസ്ബാത്ത് വമാ ഊതിയ മൂസാ വഈസാ വന്നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫദ്ദിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആരിലാണ്? നമ്മുടെ മേൽ ഇറക്കിയ വേദഗ്രന്ഥത്തിൽ. അതുപോലെ തന്നെ ഇബ്രാഹിം നബിയിലും ഇസ്മായിലും ഇസ്ഹാഖിലും യാക്കൂബിലും അദ്ദേഹത്തിന്റെ സന്തതികളിലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നൽകിയതിലും ഈസാ നബിക്ക് നൽകിയതിലും മുഴുവൻ പ്രവാചകന്മാരിൽ നൽകിയതിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക. ലാ നുഫദ്ദിഖു ബൈന അഹദിൻ മിൻഹും, അവരിൽ ഒരു വിവേചനവും നാം കാണിക്കുന്നതല്ല. അതിൽ വിശ്വസിച്ചു എന്ന് പറയുക, അതിലൊരു വിവേചനവും കാണിക്കുന്നില്ല. അടിസ്ഥാനം എന്താണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയഅലമു അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട് മരിച്ച സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ അതിനെപ്പറ്റിയുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇപ്പൊ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ജനങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് ജനങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅദ്ദ ഹഖ്ഖഹാ വഫർളഹാ ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, എന്നാൽ അതിന്റെ കടമയുണ്ട്, അതിന്റെ അവകാശങ്ങളുണ്ട്, അതൊക്കെ പരിപൂർണ രീതിയിൽ നിറവേറ്റിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ചുമ്മാ ചൊല്ലിയാൽ പ്രവേശിച്ചു എന്നല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അറിഞ്ഞു മരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഹസനുൽ ബസ്രി താബി പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, സമ്പൂർണമായ രീതിയിൽ അതിനുള്ള അവകാശങ്ങൾ നിറവേറ്റിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ടാണ് വഹ്ബ് ഇബ്നു മുനബ്ബിഹ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അലൈസ മിഫ്താഹുൽ ജന്നത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, ബല, അതെ, വലാകിൻ മാ മിൻ മിഫ്താഹിൻ ഇല്ലാ ലഹു അസ്നാം. പക്ഷെ മിഫ്താഹ് എന്ന് പറഞ്ഞാൽ, താക്കോൽ എന്ന് പറഞ്ഞാൽ അതിന് കുറെ പല്ലുകളുണ്ട്. ഫഇന്ന അതൈത ബിമിഫ്താഹിൻ ലഹു അസ്നാഹു ഫുതിയ ലക. ആ പല്ലുകളുള്ള, നല്ല പല്ലുകളുള്ള താക്കോൽ ഉപയോഗിച്ചിട്ടാണ് താങ്കൾ തുറക്കുന്നതെങ്കിൽ സ്വർഗ കവാടങ്ങൾ താങ്കൾക്ക് മുന്നിൽ തുറക്കപ്പെടും. വഇല്ലാ ലം യുഫ്തഹ് ലക. അല്ല, പല്ലെല്ലാം തേഞ്ഞു മാഞ്ഞ ഒരു താക്കോലാണ് താങ്കൾ ഉപയോഗിക്കുന്നത് എങ്കിൽ താങ്കൾക്ക് മുന്നിൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടില്ല എന്നാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറയുമ്പോൾ അതിന്റെ ചില ഷർത്തുകളുണ്ട്, ശുറൂത്തുകളുണ്ട്. പണ്ഡിതന്മാർ 7 ഷർത്തുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകളായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒന്നെന്താണ്? ഒന്ന് അൽ ഇൽമാണ്, അറിവാണ്. 2 യഖീനാണ്, അതിലുള്ള ദൃഢതയാണ്. 3ാമത്തത് കബൂലാണ്, സ്വീകാര്യതയാണ്. 4 അൽ ഇൻഖിയാദാണ്, കീഴൊതുക്കലാണ്. 5ാമത്തത് അസ്സിദ്ഖ്, സത്യസന്ധതയാണ്. 6ാമത്തത് ഇഖ്ലാസ്, ആത്മാർത്ഥതയാണ്. മറ്റൊന്ന് വൽ മഹബ്ബ, അതിനോടുള്ള സ്നേഹമാണ്. അതിനോടുള്ള സ്നേഹമാണ്. ഇൽമ എന്ന് പറഞ്ഞാൽ അൽ ഇൽമു ബിമഅനാഹൽ മുറാദി മിൻഹാ നഫ്യൻ വ ഇസ്ബാതൻ എന്ന് വെച്ചാൽ നിഷേധിക്കുന്ന രൂപം ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ട്, സ്ഥിരീകരിക്കുന്ന രൂപമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. അതിന്റെ നേരെ വിപരീതമാണ് ജഹൽ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ. ഈ അറിവില്ലായ്മയെ കുറിച്ചും നമുക്ക് അറിവുണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ ഫഅലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞല്ലോ. വലാ യംലികു അല്ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅ. അല്ലാഹു പറഞ്ഞില്ലേ, അവന്റെ പുറമെ അവർ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. അവർക്ക് ശുപാർശ എന്നത് അധീനപ്പെടുത്തി തന്നിട്ടില്ല. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖി വ ഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് തന്നെ സത്യത്തിലേക്ക് സാക്ഷ്യത്വം വഹിച്ചവരൊഴികെ, അറിഞ്ഞുകൊണ്ട് സത്യത്തിലേക്ക് സാക്ഷ്യത്വം വഹിച്ചവരൊഴികെ എന്ന് പറഞ്ഞാൽ എന്താ? അറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചവരൊഴികെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഘടന അത് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം.
ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ എന്താ? അത് സമ്പൂർണമായ രീതിയിലുള്ള നിഷേധമാണ്. അള്ളാഹുവിന്റെ പുറമെ എന്തിനൊക്കെ ആരാധിക്കുന്നുണ്ടോ അതിനെ സമ്പൂർണമായി നിഷേധിച്ചു. ലാ ഇലാഹ, അങ്ങനൊരു ഇലാഹില്ല. അള്ളാഹുവിന്റെ പുറമെ ആരാധിച്ച അത് കല്ലാവാം, കരടാവാം, മുള്ളാവാം, നാഗൂർ, അജ്മീർ, ഏർവാടി, മുത്തുപ്പെട്ട ഔലിയാക്കന്മാരാവാം, അമ്പുറന്തങ്ങളാവാം, മംഗളാപുര ഷെയ്ഖാവാം, രാമന്തളി ശോതാക്കളാകാം, മുനബത്ത് ബീബി, മൂന്ന് പെറ്റുമ്മ, അല്ലെങ്കിൽ രാമനോ കൃഷ്ണനോ യേശു ക്രിസ്തു കന്യാമറിയമോ, ആരെയാണ് മനുഷ്യൻ ആരാധിക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്, അതിനെ പരിപൂർണമായി നിഷേധിച്ചു. ലാ ഇലാഹ, അങ്ങനൊന്നില്ല. ഇല്ലല്ലാഹ്, ആരാ ഉള്ള? അല്ലാഹു മാത്രമാണ്. മുസ്ബിത്തൻ അൽ ഇബാദത്തല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു ഫീ ഇബാദതിഹി കമാ അന്നഹു ലൈസ ലഹു ശരീകുൻ ഫീ മുൽക്കിഹി. എന്ന് പറഞ്ഞാൽ ഈ ലോകങ്ങളുടെ ഉടമസ്ഥൻ അവൻ ഏകനായൊരു സൃഷ്ടാവാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. എങ്കിൽ ആ സൃഷ്ടാവിനെ കൊടുക്കുന്ന ഇബാദത്തിൽ ഒരു പങ്കുകാരനുമില്ല. ഇല്ലല്ലാഹ്, അവനത് സ്ഥിരപ്പെടുത്തി. വേറൊരാളുമില്ല. നമ്മളുടെ സൃഷ്ടാവാണെന്ന് ചോദിച്ചാൽ പറയും ഒരു ഇലാവുണ്ട്, ഒരു സർവേശ്വരൻ ഉണ്ട് എന്ന് പറയും, എല്ലാവരും പറയും. അതുപോലെ തന്നെ നമ്മളെ സൃഷ്ടിച്ചവനാണ്, നമ്മൾ ഇതിന്റെ ഒക്കെ ഉടമസ്ഥനാരെന്ന് ചോദിച്ചാൽ പറയും അതൊരാളുണ്ട്, ഒരു കർത്താവുണ്ട്, ഒരു മഹേശ്വരനുണ്ട് എന്ന് എല്ലാവരും പറയും. എങ്കിൽ അവന് മാത്രം ഇബാദത്തുകൾ പരിമിതപ്പെടുത്തുക എന്ന മഹത്തായ തത്വമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലിൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യത്വം വഹിച്ചിട്ടുണ്ട്, മലക്കൾ സാക്ഷ്യത്വം വഹിച്ചിട്ടുണ്ട്. വ ഉലിൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്, അറിവുള്ളവർ, നീതിയിൽ നിൽക്കുന്ന അറിവുള്ളവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യത്വം വഹിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? നീതിയിൽ നിൽക്കുന്ന അറിവുള്ളവർ എന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയവർ. അവർ എന്താണ്? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യത്വം വഹിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലാഹു അൽ അസീസുൽ ഹകീം എന്ന് വെച്ച സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ കൃത്യമായ ശുറൂത്തുകൾ അനുസൃതമായി മനസ്സിലാക്കിയവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു? ഉലിൽ ഇൽമ, അവർ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞു, അറിവുള്ളവരാണെന്ന് പറഞ്ഞു. ഏതിനെക്കുറിച്ചുള്ള അറിവ്? ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള അറിവ്. അറിവിന്റെ മഹാത്മ്യമാണ്. അതുകൊണ്ടാണ് ശൈഖ് അൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് വഫളായിലു ഹാദിൽ കലിമ വഹഖായിഖുഹാ വമൗഖിഉഹാ മിനദ്ദീൻ. മതത്തിൽ അതിന്റെ അടിസ്ഥാനവും ഈ വാചകത്തിന്റെ മഹത്വം അതിലൊക്കെയും ഇതിൽ ഉൾപ്പെടും. ഏതുവരെ? വിവരിക്കുന്നവർ വിവരിക്കുന്നതിനെക്കാട്ടിയും അറിവുള്ളവർക്ക് അറിയാവുന്നതിലും അപ്പുറമാണ് എന്തെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥതലം എന്ന് പറയുന്നത്. അത് മുഴുവൻ കാര്യങ്ങളുടെയും ഹെഡാണ്, മുഴുവൻ കാര്യങ്ങളുടെയും തലയാണ്, അല്ലെ മെയിനാണ്, പ്രധാനമായ സംഗതിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചല്ലോ, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ മാത്രമാണ് ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിൽ ഉലമാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹുവിനെ ഭയക്കുന്നവർ ആരാണ്? അവർ അറിവുള്ളവർ മാത്രമാണ്. അള്ളാഹുവിനെ ഭയക്കുന്നവർ ആരാണ്? അത് അറിവുള്ളവർ മാത്രമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചെന്നറിയാമോ? ഇന്നമാണ്, അവർ മാത്രമാണ്. അള്ളാഹുവിനെ ഭയക്കുന്നവർ അള്ളാഹുവിനെ കുറിച്ച് നന്നായിട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നന്നായിട്ട് അറിവുള്ളവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള അറിവ് അടിസ്ഥാനപരമായ കാര്യമാണ്. രണ്ടാമത്തേത് യഖീനാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മുനാഫി ശക്കി വറൈബ്. അൽ മുനാഫി ശക്കി വറൈബ് എന്ന് പറഞ്ഞാൽ എല്ലാ സന്ദേഹങ്ങളിൽ നിന്നും സംശയത്തിൽ നിന്നും മുക്തമായ ഉറപ്പുണ്ടായിരിക്കണം. എല്ലാ സന്ദേഹങ്ങളിൽ നിന്നും
ഇപ്പൊ നമുക്കറിയാം, നമ്മൾ അഭിമുഖീകരിക്കുന്ന എന്തെങ്കിലും ഒരു തീക്ഷ്ണമാത്രമായ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പോലും ചിലപ്പോൾ ചിന്തിച്ചു പോകും, അള്ളാഹു ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവൻ എന്നെ സഹായിച്ചില്ല. ഇപ്പൊ പലസ്തീൻ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു ഇതൊക്കെ കാണുന്നില്ലേ, എന്താണ് അവൻ ഇടപെടാത്തത് എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ ദൃഢമായ ഒരു അറിവ് നമുക്കില്ലാതെ പോവുക, യക്കീനായ ഒരു ഉറച്ച വിശ്വാസം നമുക്കില്ലാതെ പോവുക. അതെന്തായി പോകും? അത് നമ്മെ നിരാശയിലാക്കി കളയും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. പരലോകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിനക്കിറക്കപ്പെട്ട വേദഗ്രന്ഥം എന്നൊക്കെ പറയുന്നത്, അതിൽ അവരെന്താണ്? അവതിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. ദൃഢമായി വിശ്വസിക്കുന്ന, ചാഞ്ചല്യമില്ലാത്ത, ചാഞ്ചാട്ടാത്ത, എന്തു പ്രശ്നങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും എന്ത് സന്തോഷങ്ങൾ വന്നാലും അല്ലെങ്കിൽ ദൈനംദിന നമ്മുടെ ജീവിതത്തിലൊക്കെ അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് ശക്തമായി വിശ്വസിക്കുന്നവരാണ്. അതാണ് യഖീൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി. അല്ലാഹുവിലും പ്രവാചകനും വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സുമ്മലം യർതാബു, പിന്നെ ഒരു തരത്തിലും സംശയിക്കാത്ത ആളാണ്. പിന്നെ ഒരു തരത്തിലും സംശയം എന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. വജാദു ബിഅംവാലിഹിം വഅൻഫുസിഹിം, അവരുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യും? അവർ ധർമ്മസമരം ചെയ്യും. ആ ധർമ്മസമരത്തിൽ ഒരു വിമുഖതയും അവർ കാണിക്കുകയില്ല. അവർ അഭിമുഖീകരിക്കുന്ന എന്തെങ്കിലും പ്രശ്നമോ സന്തോഷമോ ഇടപാടുകളോ അതിൽ നിന്ന് അവർ പിറകോട്ട് വിരിക്കുകയില്ല. ഒരു ചാഞ്ചല്യം അവർക്കുണ്ടാവുകയില്ല. ദൃഢമായി വിശ്വസിക്കുന്നവർ, അവരെ പറ്റിയാ പറഞ്ഞത് ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യവാന്മാർ, യഥാർത്ഥ വിശ്വാസികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മുനാഫിക്കുകളെ പറ്റി പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച വാക്കെന്താണ്? ഈ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാ? ഈ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. ഈ ഉമ്മത്തിൽപ്പെട്ടവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കഠിനമായ ശിക്ഷയ്ക്ക് നാളെ നരകത്തിൽ പാത്രീഭവിപ്പിക്കുന്നത്. ആരാണ്? ഇന്നൽ മുനാഫിഖൂന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാരി വലം തജിദ് ലക്കും നസീറ എന്ന് പറഞ്ഞു. നരകത്തിൽ ഏറ്റവും കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടുന്ന വിഭാഗം എന്ന് പറയുന്നത് ഈ ഉമ്മത്തിൽപ്പെട്ടവരാണ്. ഈ ഉമ്മത്തിൽപ്പെട്ടവരാണ്. യഹൂദന്മാരെ പറ്റി ക്രൈസ്തവരെ പറ്റിയല്ല പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള മുനാഫികളെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്നമാ യഹ്തദിനുക്കല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വർതാബത്ത് ഖുലൂബുഹും, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും മനസ്സുകളിൽ സംശയം കുടികൊള്ളുകയും ചെയ്യുന്നവർ മാത്രമാണ് നിന്നോട് അനുവാദം ചോദിക്കുന്നത്. എന്താണ്? അവർ അവരുടെ മനസ്സുകളിൽ സംശയം ആടിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാവുകയില്ല, ഒരു ദൃഢതയുണ്ടാവുകയില്ല. എപ്പോഴും ശക്കായിരിക്കും, എപ്പോഴും ഒരു സംശയത്തിലായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മുക്തനായ യഥാർത്ഥ യഖീനുള്ളവരായിരിക്കണം വിശ്വാസികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നി റസൂലുള്ളാഹ് ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറ ശാക്കിൻ ഫീഹിമാ ഇല്ലാ ദഖലൽ ജന്ന. സംശയാലുവാകാതെ വല്ലവനും സാക്ഷ്യവാക്യങ്ങൾ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് ചൊല്ലി, അങ്ങനെ ചൊല്ലിയവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. ഒരു സംശയമില്ല. ദൃഢമായി വിശ്വസിച്ചു, അതിനനുസൃതമായി കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തി. അയാളെ അഭിമുഖീകരിച്ച പല വിഷയങ്ങളും ഉണ്ടായിരുന്നു, പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഭൗതികത കാര്യങ്ങളുടെ ഔന്നത്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു തരത്തിലും അയാൾ പിറകോട്ട് പോയില്ല. അതിൽ ഉറച്ചു നിന്നു, യഖീനായി നിന്നു എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത് അൽ കബൂലാണ്. കബൂൽ എന്ന് പറഞ്ഞാൽ അൽ കബൂലുൽ മുനാഫിൽ റദ്ദ്, അതായത് നിരസിക്കലിന് വിധേയരാകാതെ പരിപൂർണമായ സ്വീകാര്യത ഉണ്ടായിരിക്കണം. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞു. എന്നാൽ അത് നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും അതെന്തായിരിക്കണം? അത് പരിപൂർണ രീതിയിൽ സ്വീകരിക്കണം. അതിൽ ഒന്നിനെയും ഒരു രൂപത്തിലും നിഷേധിക്കാനും എതിർക്കാനും വ്യാഖ്യാനിക്കാനോ ന്യായീകരിക്കാനോ പാടുള്ളതല്ല. എന്നാണോ കിതാബിലുള്ളത്, പരിശുദ്ധ ഖുർആനിലുള്ളത്, എന്നാണോ സഹിയായ ഹദീസുകളിലുള്ളത്, അതിൽ ഒരു തരത്തിലും വ്യാഖ്യാനിക്കാനോ നിഷേധിക്കാനോ അതുപോലെ തന്നെ എതിർക്കാനോ ന്യായീകരിക്കാനോ പാടില്ലാത്ത രീതിയിൽ സ്വീകരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ, അല്ലാഹുവിലും ഞങ്ങളിലേക്കും അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു
എന്ന് പറയുക. ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. ഏതുപോലെ ആകരുത്, ജൂതന്മാരെ പോലും ക്രൈസ്തവരെ പോലും ആകാൻ വേണ്ടി പാടുള്ളതല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കുക, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തൽക്കാലം മാറ്റിവെക്കുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഉലൈക അല്ലദീന ഇശ്തറഉ ളലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. സന്മാർഗം വിട്ട് പകരം ദുർമാർഗം വാങ്ങിയവരാണവർ. എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമാകുകയോ അവർ ലക്ഷ്യം പ്രാപിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അള്ളാഹുവും അവന്റെ പ്രവാചകനും എന്താണോ പഠിപ്പിച്ചത് അതിൽ ഒരു തരത്തിലും അഹങ്കാരമില്ലാതെ പരിപൂർണമായ രീതിയിൽ സ്വീകരിക്കാം. നമുക്കറിയാം, മക്കയിലെ മുശ്രിക്കുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം അറിയാഞ്ഞിട്ടാണോ? അല്ല, അവർക്കറിയാം ഒരു ഇലാഹ് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് മുഹമ്മദ് പറയുന്നത് എന്നവർക്കറിയാം. പക്ഷെ എന്താക്കി കളഞ്ഞു? അവരുടെ അഹങ്കാരം അത് സ്വീകരിക്കാൻ വൈമനസ്യം കാണിച്ചു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്താണ്? അവർ അഹങ്കാരം നടിക്കും, അവർ അഹങ്കരിച്ച് പിന്തിരിഞ്ഞു പോകുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ പരിപൂർണമായ രീതിയിൽ സ്വീകാര്യത. അതുകൊണ്ടാണ് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പരിപൂർണമായി പ്രവേശിക്കണം. വലാ തത്തബിയു ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരാൻ വേണ്ടി പാടുന്നതല്ല. പരിപൂർണമായി ദീനിൽ പ്രവേശിക്കണം. എനിക്കിഷ്ടപ്പെട്ട് സ്വീകരിക്കുക, എനിക്കിഷ്ടപ്പെടാതെ തള്ളിക്കളിയ എന്നല്ല. ദീനിയ അഹ്കാമുകളെ, അള്ളാഹുവിന്റെ വാക്കുകളെ, അള്ളാഹുവിന്റെ വചനങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അത് പരിപൂർണമായി സ്വീകരിക്കാം. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, പിശാചി എന്ന് പറയുന്നത് അവൻ വ്യക്തമായ ശത്രുവാണ്. ഈ പരിപൂർണമായ സ്വീകാര്യത എങ്ങനെയാണ്? നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഭാര്യമാരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? നമ്മൾ ചിന്തിച്ചോക്കട്ടെ, നമ്മുടെ നഫ്സിനോട് ചോദിച്ചു, എൻ്റെ ഭാര്യനുള്ള എൻ്റെ സ്വഭാവം എങ്ങനെയാണ്? എൻ്റെ ഭർത്താവിനുള്ള എൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഭാര്യമാർ നബിയോട് പെരുമാറിയ പോലെയാണോ പെരുമാറുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് പെരുമാറിയത് പോലെയാണോ നമ്മൾ പെരുമാറുന്നത്? അല്ല, നമ്മുടെ വിശ്വാസ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെയ്തികളുമായി തുലനം ചെയ്താൽ ആ പരിപൂർണത നമുക്ക് കാണാൻ വേണ്ടി സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് പരിപൂർണമായ പ്രവേശനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്ത ചില സംഗതികൾ ദീനിൽ ഹുക്കുമിലുണ്ട്. സ്വന്തം ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ ഒരു പിടുത്തം നമുക്ക് കിട്ടില്ല. മലക്കുകൾ, അവര് ജിബ്രീൽ ഇറങ്ങുന്നു, ഖബർ, പരലോകം. അപ്പൊ ഇതൊന്നും നമ്മുടെ ബുദ്ധിക്ക് അനുയോജ്യമാണെങ്കിൽ ഹദീസുകളിൽ വന്ന മറ്റു ബുദ്ധിക്ക് അനുയോജ്യമാകാത്ത സംഗതികളുണ്ട്. നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് എത്തിപ്പിടിക്കാൻ നമുക്കൊരിക്കലും സാധിക്കാത്ത മേഖലകളുണ്ട്. ആ മേഖലകളിൽ എന്തായിരിക്കണം? പരിപൂർണമായ അനുസരണമാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖല അല്ലാഹു വറസൂലുഹു അംറൻ അൻ യഖൂല ലഹുമുൽ ഖീറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അള്ളാഹുവോ പ്രവാചകനോ ഒരു കാര്യം പഠിപ്പിച്ചു തന്നാൽ നിങ്ങളുടെ സ്വതന്ത്രമായ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിനെ വിശകലനം ചെയ്യാൻ വേണ്ടി പാടുന്നതല്ല. നമ്മുടെ കേവല ബുദ്ധി അത് ഉപയോഗിച്ചിട്ട് അതിനെ വിശകലനം ചെയ്യാൻ പാടില്ല. മറ്റൊന്ന്, നാലാമത്തത് അല്ല ഇൽക്കിയാദാണ്. ഇൽക്കിയാദ് എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടലാണ് എന്ന് പറഞ്ഞാൽ അൽ മുനാഫി ലിത്തർക്ക്, അതായത് ഉപേക്ഷിക്കുന്നതിനുള്ള പരിപൂർണമായ കീഴൊതുങ്ങൽ. അതായത് ആദ്യം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പഠിപ്പിച്ച കാര്യങ്ങളെ മനസ്സാ വാചക സ്വീകരിക്കലാണെങ്കിൽ, രണ്ടാമത്തത് പ്രവർത്തനപരമായി കീഴ്പ്പെടലാണ്. പ്രവർത്തനത്തിലുണ്ടാകണം. നമുക്കറിയാം, നമുക്ക് നിസ്കരിക്കണം, നല്ല സ്വഭാവം പ്രകടിപ്പിക്കണം, നല്ല പെരുമാറ്റം ഉണ്ടാകണം, കച്ചവടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, പിന്നെ മറ്റ് അധാർമിക പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടാൻ വേണ്ടി പാടില്ല. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ പ്രാവർത്തിക പദത്തിൽ അത് ഉണ്ടാവുകയില്ല. അങ്ങനെ പാടില്ല, കീഴ്പ്പെടണം പരിപൂർണമായി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅനീബു ഇലാ റബ്ബിക്കും വസ്ലിമൂ ലഹു വമിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ. നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ രക്ഷിതാവിലേക്ക് താഴ്മയോടെ നിങ്ങൾ മടങ്ങണം. താഴ്മയോടെ മടങ്ങണം. അവന് കീഴ്പ്പെടുകയും ചെയ്യുവീൻ. അവനുള്ള പരിപൂർണമായ സമർപ്പണം നമ്മൾ വെച്ച് പുലർത്തണം. വമൻ യുസ്ലിമു വജ്ഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ക. വല്ലവനും സദ്വൃത്തനായിക്കൊണ്ട് തന്റെ മുഖത്തെ
അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന പക്ഷം ഏറ്റവും ഉറപ്പുള്ള പിടികയറിൽ തന്നെയാണ് അവൻ പിടിച്ചിരിക്കുന്നത്. അള്ളാഹുവിലേക്കാണ് കാര്യങ്ങളുടെ മടക്കമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മുടെ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ദേഹേച്ഛകൾ, സ്വാർത്ഥതകൾ, താല്പര്യങ്ങൾ, നാട്ടുകാരെന്ന് വിചാരിക്കും, കമ്മിറ്റിക്കാരെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അവിടെ എന്തായിരിക്കും വിഷയം, അല്ലെങ്കിൽ നാട്ടിലെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കച്ചവടത്തിനെ ബാധിക്കുന്ന വിഷയം എന്തായിരിക്കും, എൻ്റെ ഇടപാടുകളിൽ നഷ്ടം വരുമോ, ഇതൊന്നും അവരെ പരിഗണിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയില്ല. വലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. ഇല്ല, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. അവർക്കിടയിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താവാക്കുകയും നീ വിധി കൽപ്പിച്ചതിനെ പറ്റി പിന്നീട് അവരുടെ മനസ്സുകളിൽ ഒരു വിഷമവും തോന്നാതിരിക്കുകയും അത് പൂർണ്ണമായി സമ്മതിച്ച് അനുസരിക്കുകയും ചെയ്യുന്നത് വരെ നിങ്ങളിൽ ഒരാളും ഫലാ വറബ്ബിക, നിന്റെ റബ്ബ് തന്നെ സത്യം, ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസിയാവുകയില്ല എന്ന് വെച്ചാൽ പരിപൂർണമായ രീതിയിൽ കീഴ്പ്പെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അഞ്ചാമത്തത് അസ്ദിഖാണ്, സത്യസന്ധതയാണ്. അസ്ദിഖുൽ മുനാഫിലിൽ കദിബ് എന്ന് പറഞ്ഞ എല്ലാ കളവിൽ നിന്നും അസത്യത്തിൽ നിന്നും വിപരീതമായ സത്യസന്ധത, എല്ലാ രൂപത്തിലുള്ള കളവ്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാം എന്തൊക്കെയാണ് കളവുകളിലൂടെ ഓരോ സെക്കൻഡുകളും മണിക്കൂറുകളും ദിവസങ്ങളും നമ്മൾ കഴിച്ചു കൂട്ടുന്നുണ്ട്. നമുക്കറിയില്ല. ചിലപ്പോൾ ഇടപാടുകാരാണെങ്കിൽ കസ്റ്റമറോട് കളവ് പറയുന്നുണ്ട്, ഭാര്യമാരോട് ചിലപ്പം കളവ് പറയുന്നുണ്ട്, മക്കളോട് കളവ് പറയുന്നുണ്ട്. ഇനി സത്യത്തിന്റെ വക്താക്കളാണ് എന്ന് ഘോഷിക്കുന്ന പണ്ഡിതന്മാരിൽ പോലും അസത്യം പ്രചരിപ്പിക്കുന്നവരുണ്ട്. യഥാർത്ഥ രൂപത്തിൽ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് അസത്യത്തെ പുൽകിക്കൊണ്ട് അത് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ മുഴുവൻ കളവുകളിൽ നിന്നും മുക്തമായ ഒരു രീതി ഉണ്ടായിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ ദിനേന ചെല്ലുന്ന നമ്മുടെ ഏറ്റവും വലിയ ഒരു വാക്യഘടനയുടെ തത്വതലങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ മാറ്റത്തിരുത്തുകൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അല്ലാഹുവിന്റെ മുന്നിൽ വിജയിക്കുന്നവരായി തീരാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് ജനങ്ങളിൽ ചിലർ പറയുന്നുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് വിശേഷിപ്പിച്ചത് വമാ ഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല. നമ്മളൊക്കെ വിശ്വാസികളാണെന്ന് പറയുന്നുണ്ട്, അള്ളാഹു കാക്കട്ടെ. അങ്ങനെ ജനങ്ങളെ കൂട്ടത്തിൽ പലരും വിശ്വാസികളാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണം എന്താണ്? അവർ വിശ്വാസികളല്ല, അവർ വിശ്വാസികളല്ല. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ മാധുര്യം അത് എന്തിലാണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ കലിമത്ത് അത് ചില്ലറയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ 6ാമത്തെ നിബന്ധനയായിട്ട് എണ്ണിയത് അൽ ഇഖ്ലാസ്, ആത്മാർത്ഥത ഉണ്ടാകുക എന്നത്. ലാ ഇലാഹ ഇല്ലല്ലയോട് ആത്മാർത്ഥത ഉണ്ടാകും. അൽ ഇഖ്ലാസുൽ മുനാഫി ലിശ്രികി വരിയ, എല്ലാതരം പൊങ്ങച്ചത്തിൽ നിന്നും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ തൊട്ടും അതുപോലെ തന്നെ ഷിർക്കിനെ തൊട്ടും ഉള്ള മുക്തമായൊരു ജീവിതം കെട്ടിപ്പടുക്കുക. അള്ളാഹുവിന്റെ വജി കാണിച്ചുകൊണ്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുക. ആർക്കെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും എന്നെ പറ്റി പുകഴ്ത്തി പറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ വജി കാണിച്ചുകൊണ്ടുള്ള മാത്രമുള്ളൊരു പ്രവർത്തനം. അതുകൊണ്ടാണ് അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത്, കീഴ്വണക്കം ഇഖ്ലാസ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ അവൻ പറഞ്ഞത് വമാ ഉമിറു, അവൻ കൽപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ, ഇല്ലാ ലഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ വയുഖീമുസ് സലാത്ത വയുതുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. എങ്ങനെ? അതെ, അവർ നിസ്കരിക്കുവാനോ സക്കാത്ത് കൊടുക്കാനോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചിട്ടില്ല.
നമ്മളോട് പറയാം, നിങ്ങൾ നിസ്കരിക്കണ്ട, നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട. എന്തുകൊണ്ടല്ലാതെ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ദീനിനെ അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ഋജുമാനസ്കരായ രീതിയിൽ അവൻ ആരാധിക്കുവാനും നിസ്കാരം നിലനിർത്തുവാനും വേണ്ടിയിട്ടാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടത്. എന്നാൽ അതില്ലേ, അത് നിങ്ങൾ ചെയ്യേണ്ടെന്ന അങ്ങനെ കൽപ്പിച്ചിട്ടില്ല എന്ന്. അപ്പൊ നമ്മുടെ കർമ്മങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നത് പരമപ്രധാനമാണ്. എന്ത് ചെയ്യുന്നു എന്നതല്ല, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് മുഖ്യമായ സംഗതിയാണ്. എന്താണ് ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നത് പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇഖ്ലാസ് ആക്കിക്കൊണ്ടുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആത്യന്തികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, സൂറത്തിൽ ഇഖ്ലാസ് പലപ്പോഴും നമ്മൾ കേട്ടതാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്. എല്ലാവരും ആശ്രയിക്കുന്നത് ആ മഹാശക്തിയാണ്, അള്ളാഹുവിനെയാണ്. അവനാകട്ടെ ഒന്നിനും ആശ്രയിക്കുന്നില്ല. അങ്ങനെയുള്ളവൻ ആരെങ്കിലും ഉണ്ടോ? ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിക്കപ്പെട്ടിട്ടില്ല, അവന് ജന്മം നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന്റെ സാദൃശ്യമായിട്ട് ആരും തന്നെ ഇല്ല. ആരാണ് അവൻ? ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ്. അതുകൊണ്ടാണ് ആ സൂറത്തിൽ ഇഖ്ലാസ് എന്ന് പേര് നൽകപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്, നിങ്ങളോട് നിസ്കരിക്കുവാനും നിങ്ങളുടെ സക്കാത്ത് കൊടുക്കുവാനും എന്തതിൽ വേണം? ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, അല്ലാഹുവിന് വേണ്ടിയുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്അദുൻ നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി. എൻ്റെ ശുപാർശ അവർക്കുണ്ട്, ഒരാൾ ആത്മാർത്ഥമായി ഇഖ്ലാസോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാണെങ്കിൽ നാളെ മഹ്ശറിൽ എൻ്റെ ശുപാർശയുണ്ട് എന്നാണ്. മറ്റത് ഏഴാമത്തെ കാര്യം അൽ മഹബ്ബ, സ്നേഹമാണ്. അൽ മഹബ്ബത്തുൽ മുനാഫിയത്തുൽ ലിൽ ബുഗ്ദി വൽ കുർഹ്. സ്നേഹം എന്ന് പറഞ്ഞാൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെ നേരെ വിപരീതമുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കാം. ഇപ്പൊ അള്ളാഹു ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ട്, മക്ക, മദീന, നമുക്ക് സ്നേഹം ഉണ്ടായിരിക്കണം. ബൈത്തുൽ മുഖദ്ദിസ്, ഫലസ്തീൻ, അത് നമുക്ക് സ്നേഹം ഉണ്ടായിരിക്കണം. അള്ളാഹു ഇഷ്ടപ്പെട്ട കാലങ്ങളുണ്ട്, ഇപ്പൊ റമളാൻ, ദുൽഹിജ്ജ്, അങ്ങനെയുള്ള കാലങ്ങൾ. അള്ളാഹു സ്നേഹിച്ച വ്യക്തികളുണ്ട്, അമ്പിയാക്കന്മാർ, റസൂലുകൾ, മലക്കുകൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹ്യങ്ങൾ. അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്, നിസ്കാരം, സക്കാത്ത്, നോമ്പ്. അള്ളാഹു ഇഷ്ടപ്പെട്ട വാക്കുകളുണ്ട്, ഇപ്പൊ ഖുർആൻ, ദിക്ർ, ദുആ. ഇതിനോടുള്ള നമ്മുടെ സ്നേഹങ്ങൾ എന്താക്കണം? ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങൾ ദീനിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെ കൊണ്ടുവരും, അവർ അള്ളാഹു സ്നേഹിക്കും, അവർ അള്ളാഹുവിനെ സ്നേഹിക്കും. കണ്ടാ, നിങ്ങൾ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു കൗമിനെ കൊണ്ടുവരും, അവർ അള്ളാഹുവിനെ സ്നേഹിക്കും, അവൻ അവരെ സ്നേഹിക്കും. അസില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ, അവർ വിശ്വാസികളുടെ അങ്ങേയറ്റ വിനയത്തോടെ പെരുമാറുന്നവരായിരിക്കും. വിശ്വാസികളെ, നമ്മുടെ സത്യവിശ്വാസികൾ, അവരോട് പരസ്പരം അങ്ങേയറ്റം വിനയത്തോടെ പെരുമാറുന്നവരായിരിക്കും. എന്ന സത്യനിഷേധികൾക്കെതിരെ അവർ പ്രതാപം കാണിക്കുന്നവരായിരിക്കും. അങ്ങനെ താണു കൊടുക്കില്ല. സത്യനിഷേധികളുടെ വിശ്വാസപരമായ കാര്യത്തിൽ അവർ പ്രതാപം കാണിക്കുന്നവരായിരിക്കും. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരായിരിക്കും. വലാ യഖാഫൂന ലൗമത ലായിം, ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും അവർ ഭയക്കുകയില്ല. ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും അവർ ഭയക്കുകയില്ല. ഇത് അള്ളാഹു എല്ലാവർക്കും കൊടുത്തോളണമെന്നില്ല, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുക എന്നത് അവന്റെ മഹത്തായ ഔദാര്യമാണ്. വല്ലാഹു വാസിഉൻ അലീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ചൊല്ലുമ്പോൾ അതിൻ്റെ ശുറൂത്തുകൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും ജീവിതത്തെ വികലമായ എന്തെങ്കിലും നയങ്ങൾ ഉണ്ടെങ്കിൽ ആ നയങ്ങളൊക്കെ മാറ്റി യഥാർത്ഥ രൂപത്തിൽ അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, ഇഖ്ലാസോട് കൂടി പ്രവർത്തിക്കാം, തൗഹീദിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കാം, സുന്നത്തിനോട് പ്രത്യേകമായ സ്നേഹം കാണിക്കാം, എല്ലാതരം വിദഗ്ധകളും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. കൊടുത്തു തീർക്കാനുള്ള അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. പലിശ, അതുപോലെ തന്നെ സംഗീതം, സിനിമ, സീരിയൽ, മ്യൂസിക്, ഇതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, ഇഖ്ലാസോട് കൂടി പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, സദാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാ രോഗങ്ങൾ,
എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിമിഷങ്ങളിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചരിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗപരമായ അവസ്ഥകൾ, അള്ളാഹുവേ എന്നിവയ്ക്ക് തൊട്ട് ഞങ്ങൾ നിന്നോട് അഭയം ചോദിക്കുകയാണ്. അള്ളാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മൾ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അള്ളാഹുവേ, നമ്മുടെ ഭാര്യമാർക്കും കുട്ടികൾക്കും നീ ഒരു കൺകുളിമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിമ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.